കോട്ടയം കളക്ട്രേറ്റിന് മുന്നിലാണ് നമ്മളുള്ളത്. ഇവിടെ 4 മണിയോടെയായിരുന്നു ആദ്യത്തെ സൈറൺ മുഴങ്ങിയത്. 3:30-ക്ക് തന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെട്ട അധികാരികൾ നിർദ്ദേശം നൽകുകയും 3:30-യോട് തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം നിർത്തിവെക്കുകയും അവരോട് താഴോട്ട് വരാൻ പറയുകയും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുകൾ നിലയിലുള്ള വർക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ താഴേക്ക് വരണമെന്നായിരുന്നു നിർദ്ദേശം. അത്തരത്തിൽ തന്നെ അവരെല്ലാം താഴേക്ക് വരികയും 4 മണിയോടെ ആദ്യത്തെ സൈറൺ മുഴങ്ങുകയും ചെയ്തു. ആദ്യത്തെ സൈറൺ മുഴങ്ങുമ്പോൾ ആരും തന്നെ പാനിക് ആയിരുന്നില്ല. കാരണം എല്ലാവർക്കും ഓൾറെഡി അവരോട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്ന പോലീസ് ആയാലും മറ്റ് ആംബുലൻസ് സർവീസ് ആയാലും അഗ്നിശമന സേനാംഗങ്ങളായാലും ഇവർ മുന്നേ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും അപ്പോൾ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു സാഹചര്യം പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നതിനുള്ള ഒരു പ്രാക്ടീസ് പോലെയായിരുന്നു ആദ്യം ചെയ്തു കാണിച്ചത്. എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അവിടുന്ന് ആൾക്കാർ മാറ്റേണ്ടതായാലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒരു പ്രാക്ടീസ് എന്ന പോലെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആദ്യം തന്നെ നമുക്കൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു സൈറൻ കേൾക്കും 4 മണിക്കെന്ന്. എങ്കിൽ പോലും പാനിക് ആയിട്ടുണ്ടായിരുന്നോ? പാനിക്കല്ല, നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാനിക്കല്ല. പിന്നെ ഇപ്പൊ ഒരു യുദ്ധത്തിന്റെ ഒരു പ്രതീതി ഉണ്ടല്ലോ ചെറിയ തോതിൽ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു മൈൻഡ് സെറ്റപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പാനിക്കില്ല. പിന്നെ ഇത് ആദ്യമായിട്ടാണ്, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെ മുൻകരുതലാണ് സ്വീകരിച്ചത്? നമ്മളോട് ഇപ്പം പറഞ്ഞിരിക്കുന്ന കളക്ടറേറ്റ് ആയതുകൊണ്ട് തന്നെ താഴേക്ക് വരാനാണ് പറഞ്ഞത്. അതുപ്രകാരം എല്ലാവരും ജീവനക്കാർ ഇപ്പൊ എല്ലാവരും ഇവിടെ താഴെ ഉണ്ട്. അത് എത്ര മണിയായിരുന്നു? ഒരു 3:30 നമ്മൾ സമയം പറഞ്ഞത്. ആ സമയത്ത് തന്നെ എല്ലാ ജീവനക്കാരും പുറത്ത് തന്നെ ഇറങ്ങി വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട്. അതെ. അതിനുശേഷം ഒരു 4 മണിയോടെ സൈറൻ കേൾക്കാൻ തുടങ്ങിയല്ലേ? 4 മണിക്ക് സൈറൻ കേട്ടു. അതിന്റെ അനുസരിച്ച് ഒരു മോക്ക് ഡ്രിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്കൊന്നും കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒന്നും കൂടി സഹായിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇതിപ്പോ നമ്മൾ ഇപ്പോ നിലവിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങനെ ഇതിനെ നേരിടണം എന്നുള്ള ഒരു അവയർനെസ് ആണ് ഇപ്പൊ ഇതിനകത്തോടെ കിട്ടുന്നത്. അത് തന്നെയല്ല, പാനിക്കാകരുത് എന്നുള്ളൊരു നമുക്കത് ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പാനിക്കാകരുത്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകും, യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എന്നുള്ള ഒരു അവയർനെസ് കൂടി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പോലീസുകാരും ഇപ്പൊ ഈ അഗ്നിശമന സേന അംഗങ്ങളും എല്ലാം തന്നെ ഇവിടെ മുൻകരുതൽ എടുത്തിട്ട് മുന്നേ തന്നെ ഇവിടെ ഉണ്ടായിരുന്നോ? അവർ നേരത്തെ തന്നെ ഉണ്ട്. അവർ വളരെ പ്ലാൻഡ് ആയിട്ടാണ് കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ സഹായകരമായിട്ടുള്ള കാര്യമാണ്. ആൾക്കാരെ എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്നും അവർക്ക് എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ ഈ മോക്ക് ഡ്രിൽ വഴി നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ആവശ്യകത എപ്പോഴും നല്ലതാണ്. മനുഷ്യനെ എപ്പോഴും ബോധവൽക്കരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇങ്ങനെ കാണിക്കുക നമ്മൾ ജനങ്ങളിൽ ബോധവൽക്കരണം ഉണ്ടാകണം. ഈ സീസണിൽ നമുക്ക് ഏറ്റവും ആവശ്യകതയുള്ള സംഭവമാണ്. ഇതിനെല്ലാവരും ജനങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കണം. എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു. മുൻപേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാവരും തയ്യാറായി നിന്നിരുന്നു. ഇതുകൊണ്ട് നമ്മൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ സൈറൻ 4 മണിയോടെ ആയിരുന്നു ഫസ്റ്റ് സൈറൻ കേട്ടത്. അതെ. അപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. എന്നിട്ട് ആംബുലൻസ് ആയാലും റെസ്ക്യൂ ടീം ആയാലും എല്ലാവരും മുന്നേ വന്നിട്ട്
പ്രവർത്തനം തുടങ്ങായിരുന്നല്ലേ? ഓക്കെ ബോധവൽക്കരണത്തിൽ ആയിട്ട് ഈ പരിപാടിയെല്ലാം നടന്നു. നല്ല രീതിയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം സുരക്ഷിതമായിട്ട് കെട്ടിടത്തിന്റെ അകത്ത് തന്നെ ഇരിക്കാനാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് മോക്ഡ്രില്ലും ഉൾപ്പെടെയുള്ള ഇത് കഴിഞ്ഞിട്ട് ചെറിയ സൈറൺ അടിക്കും. അപ്പം എല്ലാവർക്കും പുറത്തിറങ്ങാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ 3 സൈറൺ ആയല്ലേ ടോട്ടല്? അപ്പൊ ആദ്യത്തെ സൈറൺ അടിച്ചപ്പോ പാനിക് ആവുക, പേടിക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇതും മോക്ഡ്രില്ല എന്നുള്ള ഇത് തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. പൊതുജനങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഹെൽത്തിന്റെ ബേസിൽ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇനി എന്ത് വന്നാലും അതിനെതിരെ പ്രതിരോധിക്കാൻ സജ്ജരായിട്ടാണ് എല്ലാവരും തന്നെ ഇരിക്കുന്നത്. ഈ മോക്ക് ഡ്രില്ലിനെ കുറിച്ചിട്ട് 4 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നുള്ള ആ ഒരു കാര്യത്തിൽ മുന്നേ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും പാനിക് ആയിട്ടുണ്ടായിരുന്നോ? ഇല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. പക്ഷേ ഇത് നമുക്കൊരു എന്താ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു മുൻകരുതൽ എടുക്കാൻ. ഇപ്പം ഇന്ത്യ പാക് ആ ഒരു യുദ്ധം ഇപ്പൊ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ എടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സഹായിക്കും അല്ലേ? തീർച്ചയായും. എല്ലാ തരത്തിലും എന്തൊക്കെയാണ് മുൻകരുതൽ സ്വീകരിച്ചത്? ഇപ്പം മോക്ഡ്രില്ലാണ്. മോക്ഡ്രില്ല് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് അവിടുന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആളുകളെ താഴേക്ക് എത്തിക്കുന്നത് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ആംബുലൻസ് സമയത്ത് വന്ന് അവരെ സേവ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരുടെയും ലൈറ്റ് ഓഫ് ചെയ്യുകയും കറണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ എത്ര സൈറണായി? 2 സൈറൺ. ഫസ്റ്റ് സൈറണിൽ തന്നെ പോലീസും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ സൈറൺ കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സൈറൺ 4 മണിയായിട്ടുള്ള നമ്മളവിടെ പറഞ്ഞായിരുന്നു. 4 മണിയാകുമ്പോൾ 4 മണിക്ക് ഫസ്റ്റ് സൈറൺ കേട്ടു അല്ലേ? ഓക്കെ. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മളെ ഒന്നും കൂടി ഒന്ന് ബോധവന്മാരാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, രക്ഷാപ്രവർത്തനം ചെയ്യേണ്ടത്, അതിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? അതെ. ഓക്കെ.